മഹായോഗികൾ ആരാണ് എന്ന് നോക്കാം. ആരാണ് ഈ മഹായോഗികൾ? ഭഗവാൻ പ്രത്യേകമായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച അത്ഭുത പുരുഷന്മാരല്ല മഹായോഗികൾ. നാം ഓരോരുത്തരും നമ്മുടെ മോക്ഷത്തിലേക്കുള്ള യാത്രയിലാണ്. ജന്മാന്തരങ്ങൾ, പല ജന്മങ്ങൾ കൊണ്ട് നാം മോക്ഷത്തിൽ എത്തിച്ചേരും, എല്ലാവരും എത്തിച്ചേരും. അപ്പോൾ ഈ മോക്ഷം എന്നത് നമ്മിലെ മോഹം, നമ്മുടെ മനസ്സിന്റെ മോഹം പൂർണ്ണമായും നശിച്ച ഒരവസ്ഥയിൽ നാം എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ ആ മോക്ഷത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഒരു അവസ്ഥ അതാണ്. നമുക്ക് ഭൗതികമായ താല്പര്യങ്ങളെല്ലാം പൂർണ്ണമായും നശിച്ചിരിക്കും. നമുക്ക് ഒന്നിനോട് മോഹമില്ലാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ ആ അവസ്ഥയാണ് ഒരു യോഗിയുടെ അവസ്ഥ. നാം എപ്പോഴാണോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്, നാം ആ മഹായോഗിയുടെ അവസ്ഥയിലാണ് ഉള്ളത്. നാം നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഭൗതിക ജീവിതം ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുവാൻ സാധിക്കുക. കാരണം നമ്മളുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ കൂട്ടിക്കൊണ്ട് വരുന്നത് നമ്മിലെ നെഗറ്റീവ് ഊർജമാണ്. ആ നെഗറ്റീവ് ഊർജത്തിനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ അതിനെ കുറച്ചെങ്കിലും നശിപ്പിച്ച് കളയുവാൻ നമുക്ക് പ്രാർത്ഥനയിലൂടെ സാധിക്കും. പ്രാർത്ഥന എന്നത് ജപമോ ധ്യാനമോ ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെ ഒരു ഭൗതിക ജീവിതം ജീവിക്കുന്ന ഒരാൾ ഒരിടത്ത് മനസ്സിനെ ശാന്തമാക്കിയിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ തന്നിലെ കുറേശ്ശെ തന്നിലെ നെഗറ്റീവ് ഊർജത്തെ നശിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ ക്രമേണ അദ്ദേഹത്തിന്റെ ഉള്ളിലെ നെഗറ്റീവ് ഊർജത്തിന്റെ തോത് കുറയുകയും അദ്ദേഹം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോമിൽ, പോസിറ്റീവ് ഊർജത്തിന്റെയും നെഗറ്റീവ് ഊർജത്തിന്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാരണം ഒരു ഭൗതിക ജീവിതം ജീവിക്കുന്ന ഒരാള് കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിലേക്ക് വീണ്ടും നെഗറ്റീവ് ഊർജം വന്നു ചേരും. പക്ഷെ നാം പ്രാർത്ഥിക്കുമ്പോൾ കുറെ അധികം നെഗറ്റീവ് ഊർജത്തെ അത് നശിപ്പിച്ച് കളയുമ്പോൾ വീണ്ടും നമ്മിലേക്ക് വന്നു ചേരുന്ന ഊർജം ഒരു ബാലൻസ്ഡ് ഫോമിലാവും, പോസിറ്റീവും നെഗറ്റീവുമായിട്ട്. അപ്പോൾ നമ്മൾക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ സാധിക്കും. എന്നാൽ ഈ മഹായോഗികൾക്ക് മോഹം നശിച്ച അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൗതികമായ കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടതില്ല. അവർ അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടില്ല. അപ്പോൾ നെഗറ്റീവ് ഊർജം അവരിലേക്ക് വരുവാനുള്ള സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കും. അങ്ങനെ ആ ഭൗതിക ജീവിതം ജീവിച്ചിരുന്ന കാലത്ത് അവരിലേക്ക് വന്ന നെഗറ്റീവ് ഊർജം അവരുടെ കുറച്ചു കാലത്തെ ജപം കൊണ്ട് പൂർണ്ണമായും നശിച്ചു പോവുകയും പിന്നെ ആ ജപം കൊണ്ട് തന്നിലേക്ക് വരുന്ന പോസിറ്റീവ് ഊർജം അദ്ദേഹത്തിലേക്ക് ഉൾക്കൊള്ളുകയും ചെയ്യും. അങ്ങനെയുള്ള മഹായോഗികൾക്ക് ചുറ്റും ഒരു വലിയ പ്രഭാവലയം തന്നെ ഉണ്ടാകും. എന്ന് വെച്ചാൽ നാം കാണുമ്പോൾ പ്രകാശത്തോടു കൂടി വരുമെന്നല്ല, അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ഒരു പോസിറ്റീവ് ഊർജത്തിന്റെ ഒരു വലയം ഉണ്ടാകും. അങ്ങനെ ഒരു മഹായോഗി ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിലുള്ള പോസിറ്റീവ് ഊർജത്തിന്റെ ആ ഒരു വലയം ആ ഭൗതിക ജീവിതം ജീവിക്കുന്ന അദ്ദേഹത്തിലെ നെഗറ്റീവ് ഊർജത്തെ വലിയ തോതിൽ നശിപ്പിക്കുവാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു യോഗിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ കാരണമാകും. ഈ മഹായോഗികൾക്ക് തന്നെ എല്ലാവർക്കും ഒരേ രീതിയിലല്ല ഈ പറയുന്ന ആ ഊർജം പ്രവർത്തിക്കുക. ചിലർ ഒരു വാക്കുകൊണ്ട് ആവും മറ്റൊരാളുടെ ദുരിതത്തെ അകറ്റുക. മറ്റൊരാളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ ദുരിതം അകന്നു പോകും. മറ്റൊരാൾ ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് നൽകുന്നതിലൂടെയാവും അദ്ദേഹത്തിന്റെ ആ ദുരിതം നശിച്ചു പോകുക. അപ്പോൾ മഹായോഗി എന്നത് നാം എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ്. നാം ഓരോരുത്തരും ആ അവസ്ഥയിലൂടെ കടന്നു പോകും. മോക്ഷത്തിലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരവസ്ഥയാണ് മഹായോഗിയുടെ അവസ്ഥ.